ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഖത്തറിൽ നിന്നാണ്, ദോഹയിൽ നിന്ന്. അപ്പോൾ നാട്ടിലുള്ള ചില ചാനലുകളുടെ തെറ്റായിട്ടുള്ള വാർത്തകൾക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളെല്ലാവരും ഒന്ന് കാണുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവരും ഉപകരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. റിപ്പോർട്ടർ ചാനലിൻ്റെ ഇത് ഇത്രയും നമ്പറുകളിൽ ഞാൻ വിളിച്ചു, പക്ഷേ ആലപ്പുഴയിൽ മാത്രം വിളിച്ചപ്പോഴാണ് ഒരു ഫോൺ കണക്ട് ആയത്. ബാക്കിയൊന്നും ഫോൺ എടുക്കുന്നില്ല. ലാൻഡ് ഫോൺ നമ്പർ എന്നൊരു നമ്പർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ നമ്പറിൽ കോൾ പോകുന്നുമില്ല, കണക്ട് ആവുന്നില്ല, അത് കട്ടായി പോവാണ്. അപ്പോൾ ഞാൻ ഈ ആലപ്പുഴയിലെ നമ്പർ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പുള്ളി എന്നെ തിരിച്ച് വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളുടെ ദോഹയിലെ ആളുടെ റിപ്പോർട്ടറുടെ നമ്പർ കിട്ടുമെന്നോടെ ട്രൈ ചെയ്ത് നോക്കാം. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കുക. ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ഹലോ ഹലോ, ഇത് താങ്കൾ വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല. താങ്കൾ വിളിക്കുന്ന താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി ഞാൻ അവിടെ തന്നെ ലാൻഡ് ഫോൺ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം. ഇതാണ് നമ്പർ. Service. Please check the number and try again. ഇതാ الرقم الذي طلبته لم يوضع بالخدمة. يرجى التأكد من ആലപ്പുഴ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ, റിപ്പോർട്ടർ ചാനലല്ലേ? ഞാനിത് ദോഹയെന്നാ വിളിക്കുന്നത്. ഈ ദോഹയിലോട്ടുള്ള റിപ്പോർട്ടൊക്കെ എവിടുന്നാ കൊടുക്കുന്നത്? അതാരാ കൊടുക്കുന്നത്? ഇവിടെ ദോഹയിൽ നിങ്ങളുടെ റിപ്പോർട്ടർ ഉണ്ടോ? രഞ്ജിത്തോ? ഞാനിപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ പിന്നെ ഇവിടുത്തെ ഹെഡ് ഓഫീസിലോട്ടൊക്കെ വിളിച്ചോ, ഒറ്റ നമ്പറിലും വിളിച്ചിട്ട് എല്ലാ ബ്യൂറോയിലും വിളിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ചുമ്മാ നിങ്ങളുടെ നമ്പറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇപ്പൊ ഫോൺ എടുത്തത്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ് കണ്ടു ഇപ്പോഴേ. അതെന്തായിരുന്നു അതിന്റെ ഏത് അടിസ്ഥാനത്തിലാണ് ന്യൂസ് കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ? ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ ന്യൂസ് വന്നായിരുന്നേ. അത് മറ്റേ ഈ നമ്മൾ ഈ റോജേഴ്സും മറ്റേ ഇന്റർനാഷണൽ മീഡിയാസിനൊക്കെ കൊടുക്കുന്നത്. അത് അവിടെ ഞാൻ എന്റെ കൊടുക്കുന്നില്ല. അല്ലാതെ എന്തടിസ്ഥാനത്തിലാണ് ഈ ന്യൂസ് കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ? അത് ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും? ഇന്റർനാഷണൽ മീഡിയാസിനെ നോക്കിയിട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തായിരിക്കും. ഇന്റർനാഷണൽ മീഡിയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാവിലെ 7:30 ഒരു ഇതുണ്ടായിരുന്നു, ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് അവരവിടുന്ന് പിന്നെ ഇവിടുന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിരിക്കുന്നത് ഇന്ന് വെളുപ്പിന് 2 മണിക്കാണ്. അതിനുശേഷം സമയം ഇവിടെ 11:30 മണിയായി. ഇതുവരേക്ക് ഇവിടെ യാതൊരു കുഴപ്പങ്ങളും ഇതുവരെ ഇല്ല, ഒന്നുമില്ല. അപ്പൊ എവിടുന്നാണ് ഇപ്പൊ നിങ്ങളൊരു അരമണിക്കൂർ മുന്നേ ന്യൂസ് കൊടുത്തത്? കണ്ടിന്യൂസ് മിസൈൽ വർഷം എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ നാട്ടിലിരിക്കുന്ന വീട്ടുകാർ പേടിക്കത്തില്ലേ? അല്ലല്ല, നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കാന്ന് വെച്ചാൽ ഇപ്പൊ എന്നെ വിളിക്കണം. അതല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞ ഇതാ ഇവര് കട്ട് ചെയ്തു കേട്ടോ.
ഞാൻ വിളിക്കുമെന്ന് നോക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ ഒരു കുറച്ച് നേരമായിട്ട് ഈ വാർത്താ ചാനലുകാരെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. റിപ്പോർട്ട് ചാനലിലാണ് കുറച്ച് നേരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചാനലുകാരെ 24-നെ വിളിക്കാൻ നോക്കി, അതുപോലെ തന്നെ മീഡിയ 1 അങ്ങനെ കുറച്ച് വിളിക്കാൻ നോക്കി. പക്ഷേ അവരാരും ഫോണ് റിങ് ആവുന്നല്ലാണ്ട് എടുക്കുന്നില്ല. അപ്പം ഞാനിതിനകത്ത് പറയാൻ വരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാസികളെല്ലാവരും പ്രവാസികളെ വിറ്റിട്ട് ആണ് നാട്ടിൽ ഉള്ള പല ബിസിനസ്സുകൾ നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഭീതിയിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും പ്രവാസികളെ വിറ്റിട്ട് കാശാക്കാൻ ഈ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമൊന്നുമല്ല. ഇത് ഓരോ പ്രവാസികളും ഈ വാർത്തകൾ കാണുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനീ പറയുന്നത്. ഓരോ ചാനലുകളും അവരുടേതായിട്ടുള്ള റേറ്റിംഗ് കൂട്ടാനും അവരുടേതായിട്ടുള്ള ബിസിനസ് കൂട്ടാനുമായിട്ട് ഇത് വെച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ആവശ്യമുള്ളത് ഒരു ബോംബ് വീഴുക, ഒരു 2-3 മലയാളികളങ്ങ് മരിക്കുക, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. ഇപ്പം നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കും പറയാൻ പറ്റില്ല, ഇവിടെ നിൽക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. അതൊക്കെ യുദ്ധം ഓപ്പറേറ്റ് അവരുടെ ഇതുപോലെയാണ്. പക്ഷേ ഇവർ കൊടുക്കുന്ന ചാനലുകളിൽ കൊടുക്കുന്ന വാർത്തകളിൽ 90% വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ഗവൺമെൻറ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള ചാനലുകൾ വഴി, അവിടുത്തെ പ്രസിദ്ധീകരണങ്ങൾ വഴി കിട്ടുന്ന ന്യൂസുകളല്ലാതെ വേറെ ഒന്നും പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇന്ത്യൻ സമയം ഇപ്പം 1:30 വന്നിരിക്കുന്ന വാർത്തയിൽ അവർ പറയാണ് ഇവിടെ തുടർച്ചയായിട്ടുള്ള മിസൈൽ വർഷം എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഭവമില്ല. ഒന്നാമത്തെ കാര്യം, ഞാനത് ചാനലുകാരെ വിളിച്ചു, പക്ഷേ അവരത് പിന്നെ എന്നെ തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുമില്ല. തിരിച്ച് അവരെ ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി, അവർ ഫോൺ എടുക്കുന്നില്ല. അത് റിപ്പോർട്ടറിൻ്റെ ആലപ്പുഴ ബ്യൂറോയിലുള്ള ഒരു മൊബൈൽ നമ്പറിലാണ്, നെറ്റിൽ നിന്ന് കിട്ടിയ മൊബൈൽ നമ്പറാണ് വിളിച്ചത്. അവരെടുത്ത് സംസാരിച്ച് എന്നെ വിളിക്കുന്നു പറഞ്ഞാൽ അവർ ഫോൺ കട്ട് ചെയ്തത്. അതിന് ഒന്ന് സംസാരിച്ച് നിർത്താനുള്ളൊരു മര്യാദ പോലും കാണിക്കാതെ കട്ട് ചെയ്തത്. വേറെ ചാനലിൽ വിളിച്ചു നോക്കി ഫോൺ എടുക്കുന്നില്ല. ഒരുപക്ഷെ ഇതേപോലെ ഒത്തിരി കോഴ്സുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും ചാനലുകാർ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കാണുന്ന ഏതെങ്കിലും കുടുംബസ്ഥർ കാണുന്നുണ്ടെങ്കിൽ, പ്രവാസികളുടെ കുടുംബക്കാർ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവരെങ്കിലും മനസ്സിലാക്കണം, ഇതിനകത്ത് യാതൊരു വസ്തുതയും ഇല്ലയെന്ന് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഈ വാർത്ത കണ്ടതിന് ശേഷം ഞാൻ പുറത്തു പോയി ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ നിയമപ്രകാരം അത് ഷെയർ ചെയ്യാനുള്ള ഇതില്ല. കാരണം ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തിൽ ഞാനിപ്പോൾ ദോഹ, കോർണിഷ്, ഓൾഡ് എയർപോർട്ട് ഏരിയകളിലെല്ലാം പോയി എടുത്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതെനിക്ക് ഷെയർ ചെയ്യാനുള്ള ഇതില്ല. കാരണം അത് ഇവിടുത്തെ നിയമപ്രകാരം നമുക്ക് അത് പ്രശ്നമായിട്ട് വരുന്നതുകൊണ്ട് അതിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രൂഫും കൂടെ വെച്ചിട്ടാണ്. ആൾക്കാരെല്ലാം സാധാരണഗതിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പാനിക് സിറ്റുവേഷനേ ഇല്ല. ഈ വാർത്ത കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ മാമ ചാനലുകാരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ പ്രവാസികളെ ഇങ്ങനെ വിറ്റ് കാശാക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പിന്നെ പ്രവാസികളുടെ കുടുംബം ഉള്ളവർ മനസ്സിലാക്കണം, ഇവർ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു വസ്തുതയില്ല. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ചാനലുകളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ മാത്രം അത് കേട്ട് അത് വിശ്വസിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഞങ്ങളുടെയൊക്കെ ഒരാളുടെ മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം, പിന്നെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഓരോ പ്രാവശ്യം വാർത്ത കേൾക്കുമ്പോൾ അവർ ഞങ്ങളെ ഭീതിയോടുകൂടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.